അഞ്ചാമത്തെ മിസ്റ്റേക്ക്, വലിയ മിസ്റ്റേക്ക്, നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാത്തതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണമാണിത്. ഈ 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് നോക്കിയോ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്തിരിക്കും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ വീഡിയോസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ വാച്ചവേഴ്സോ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ ഈ എല്ലാ പുതിയ യൂട്യൂബേഴ്സും സാധാരണ ചെയ്യുന്ന ആ 5 കോമൺ മിസ്റ്റേക്കുകൾ നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ മിസ്റ്റേക്കുകൾ ചെയ്യുന്നത് നിങ്ങൾ നിർത്തുമെന്നല്ല, നിങ്ങൾ നിർത്തണം. കാരണം ഞാൻ ചെയ്യുന്ന മാക്സിമം വീഡിയോസിലും എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പുതിയ യൂട്യൂബേഴ്സിനെ താഴെ നിന്ന് മുകളിലേക്ക് വലിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക്, അതുപോലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഈ റാൻഡം ടോപ്പിക്സ് ചൂസ് ചെയ്ത് റാൻഡം ടോപ്പിക്സിൽ വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബ് അൽഗോരിതം ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഒരു സ്പെസിഫിക് നിഷിലുള്ള വീഡിയോസ് ഇടുന്ന ചാനലിലാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള വീഡിയോസ് ഇടുന്ന ചാനലിലാണ് യൂട്യൂബ് അൽഗോരിതം കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതും മുന്നോട്ട് പുഷ് ചെയ്തുകൊണ്ട് പോകുന്നതും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ റാൻഡം ടോപ്പിക്സിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു ദിവസം നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ഇട്ടു, അതിനുശേഷം നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഒരു ടിവിയോ സാധനങ്ങളോ മേടിച്ചിട്ട് അത് അൺബോക്സ് ചെയ്ത് കാണിച്ചു, പിന്നെ കുട്ടികളുടെ വീഡിയോ കാണിച്ചു, അതല്ലെങ്കിൽ പിന്നീട് നിങ്ങളൊരു ഡാൻസ് വീഡിയോ ഇട്ടു. ഈ രീതിയിൽ നിങ്ങൾ റാൻഡം ടോപ്പിക്സിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് ഗ്രോത്ത് കിട്ടത്തില്ല. കാരണം അൽഗോരിതം നിങ്ങളുടെ ചാനലിനെ മുന്നോട്ട് പുഷ് ചെയ്യത്തില്ല. കാരണം അൽഗോരിതം ഇവിടെ കൺഫ്യൂസ് ആയി പോവുകയാണ്. അൽഗോരിതത്തിന് മനസ്സിലാവുന്നില്ല ഏത് കാറ്റഗറിയിലുള്ള ആളുകളുടെ അടുത്താണ് നിങ്ങളുടെ ഈ ചാനലിലെ വീഡിയോസിനെ കൊണ്ട് എത്തിക്കേണ്ടത്. കാരണം പല കാറ്റഗറിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ എടുത്തത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഓഡിയൻസും കൺഫ്യൂസ് ആയി പോകും. അവർ നോക്കുമ്പോൾ അയ്യോ ഇന്നലെ ഒരു ഡാൻസ് വീഡിയോ ആയിരുന്നല്ലോ, ഇന്ന് നോക്കട്ടെ കുക്കിംഗ് വീഡിയോ. അപ്പോൾ അവരും കൺഫ്യൂസ് ആയി പോകും. അവർ നിങ്ങളുടെ ചാനലിൽ നിൽക്കത്തില്ല, അവർ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇതിൻ്റെ സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു സ്പെസിഫിക് നിഷിൽ മാത്രം വീഡിയോസ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്കുള്ളിൽ നിന്നുകൊണ്ട് ഡിഫറെൻറ്റ് ടോപ്പിക്സിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ വീഡിയോസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ ഈ റാൻഡം ടോപ്പിക്കിൽ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ചില വീഡിയോസ് ചിലപ്പോൾ വൈറൽ ആയെന്ന് വരാം. പക്ഷേ അത് ഈ പൊട്ടക്കണ്ണം മാവേൽ അറിയുന്ന പോലെയാണ്. നിങ്ങളുടെ ചാനൽ അവിടെ ഗ്രോ ആകത്തില്ല. അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രെൻഡ്സിൽ ബ്ലൈൻഡ്ലി എടുത്ത് ചാടുക എന്നുള്ളതാണ്. അതായത് യൂട്യൂബിൽ ഈ ട്രെൻഡിങ് ടോപ്പിക്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നല്ല വിവരമുള്ള വലിയ ക്രിയേറ്റേഴ്സ് ഈ ട്രെൻഡിങ് ടോപ്പിക്സിനെ ക്രിയേറ്റീവ്ലി അവരുടെ ചാനലിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും അവർ ആ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ പുതിയ യൂട്യൂബേഴ്സോ അവർ കണ്ണടച്ച് പൂട്ടി ഈ ട്രെൻഡ്സിലേക്ക് അങ്ങെടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. അവരുടെ ചാനലിൻ്റെ കാറ്റഗറി ഏതാണെന്ന് നോക്കത്തില്ല, ഈ ട്രെൻഡിങ് ടോപ്പിക്കിലെ വീഡിയോയുടെ ആ കാറ്റഗറി ഏതാണെന്നോ അവർ നോക്കത്തില്ല. അവർ അതേപോലെ ആ വീഡിയോ അങ്ങ് ചെയ്തിടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് കിട്ടത്തില്ല. അതായത് നിങ്ങളൊരു 10 വീഡിയോസ് ഈ ട്രെൻഡിങ് ടോപ്പിക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2-3 വീഡിയോസ് ചിലപ്പോൾ വൈറൽ ആയെന്നും വരാം. പക്ഷേ നിങ്ങളുടെ ചാനലിൻ്റെ ഓവറോൾ ഗ്രോത്തിനെ അത് ബാധിക്കും. നിങ്ങളുടെ ചാനൽ ഓവറോൾ ഗ്രോ ആകത്തില്ല, അത് സ്ലോ ആയി പോകും. അതല്ലെങ്കിൽ പതുക്കെ നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് അവിടെ നിന്നു പോകും. അതുപോലെ മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ ചിലപ്പോൾ 2-3 പ്രാവശ്യം നിങ്ങൾ പൈസ മേടിച്ചെന്നും വരാം. പക്ഷേ കണ്ടിന്യൂസ്ലി നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് പതുക്കെ അവിടെ സ്ലോ ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ ട്രെൻഡിങ് ടോപ്പിക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ട്രെൻഡിങ് ടോപ്പിക്സിൽ വീഡിയോസ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് ആ ടോപ്പിക്സിലുള്ള വീഡിയോയിലെ മാറ്റങ്ങളൊക്കെ വരുത്തി ക്രിയേറ്റീവ്ലി നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേണം നിങ്ങൾ ആ വീഡിയോ ചെയ്യാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രെൻഡിങ് ടോപ്പിക്സിലുള്ള ആ ഒരു കീവേഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള കീവേഡ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല റീച്ചും വ്യൂസും കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ചാനൽ മുന്നോട്ട് ഗ്രോ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ട്രെൻഡിങ് ടോപ്പിക്സിൽ കണ്ണടച്ചെടുത്ത് ചാടരുത്. ക്രിയേറ്റീവ്ലി മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് വേണം ഇനി മുതൽ ട്രെൻഡിങ് ടോപ്പിക്സ് നിങ്ങൾ ചെയ്യാൻ. അടുത്ത മൂന്നാമത്തെ മിസ്റ്റേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. അതായത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ ഒരു ഓൾഡ് സ്റ്റൈൽ ഇൻട്രൊഡക്ഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു പുവർ ക്വാളിറ്റി ഹുക്ക് ആയിരിക്കാം. പല ആളുകളും ഒരുപാട് പഴയ ആളുകളെ ചിലപ്പോൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കൊടുക്കുന്നതും. അതായത് വീഡിയോ തുടങ്ങിയാൽ ഉടൻ തന്നെ വെൽക്കം ടു മൈ ചാനൽ, മൈ നെയിം ഈസ് ബ്ലാ ബ്ലാ ബ്ലാ, അതല്ലെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്, നമസ്കാരമൊക്കെ കൊടുക്കാം. അതൊക്കെ വേറെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ ഇതേ രീതിയിൽ നിങ്ങൾ ആ വീഡിയോ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ചാനലിൽ ഗ്രോത്ത് കിട്ടത്തില്ല, നിങ്ങളുടെ വീഡിയോ ആളുകൾ മുന്നോട്ട് കാണത്തില്ല. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ ഒരുപാട് കൂടുതലാണ്. നിങ്ങളുടെ വീഡിയോയുടെ ആദ്യത്തെ 10 സെക്കൻഡിനുള്ളിൽ തന്നെ ആളുകൾ തീരുമാനമെടുക്കും ഈ വീഡിയോ മുന്നോട്ട് കാണണോ വേണ്ടോ എന്നുള്ളത്. കാരണം നിങ്ങളിപ്പോൾ ഒരു പുതിയ ക്രിയേറ്ററാണ്, നിങ്ങളെ ആർക്കും അറിയത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ കണ്ടന്റ് തന്നെയാണ്.
അപ്പോൾ നിങ്ങളുടെ ഈ കണ്ടന്റിനെ നിങ്ങളുടെ ഐഡന്റിറ്റിയൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൻ്റെ തുടക്കത്തിൽ നല്ല ഹുക്ക് കൊടുക്കണം. നമസ്കാരമൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചെറുതായിട്ടൊന്ന് പറയാവുന്നതാണ്. പക്ഷേ തുടക്കത്തിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ വീഡിയോയിൽ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്ന ചില ഒരു പാർട്ടിനെ ഞാൻ കട്ട് ചെയ്ത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുക്കും. പിന്നെ ഒരു ചെറിയ നമസ്കാരം പറഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു അട്രാക്റ്റീവായ പാട്ട്, ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സംഭവം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ നമസ്കാരം പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അത് വേണമെങ്കിൽ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആവാം, അതല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആവാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമുണ്ട്, ഈ വീഡിയോ കംപ്ലീറ്റ് കാണണം, ആ രീതിയിലാകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ, അറിയണമെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു നോക്കുക. ഇതേപോലെ ഷോക്കിംഗ് കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ ആളുകളെ പിടിച്ചിരുത്തണം, ആളുകൾ ആ വീഡിയോ കാണാൻ അവർക്ക് തോന്നണം. ആ രീതിയിലുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒരു നമസ്കാരം പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണും. അപ്പോൾ അൽഗോരിതം നിങ്ങളുടെ വീഡിയോസിനെ പുഷ് ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകും. പിന്നീട് നിങ്ങളുടെ ചാനൽ ഒന്ന് വളർന്നതിന് ശേഷം പിന്നെ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോസ് ചെയ്ത പ്രശ്നമല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു പുതിയ ക്രിയേറ്ററാണ്, നിങ്ങൾ ആളുകൾക്ക് പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഹുക്ക് കൊടുത്ത് തന്നെ നിങ്ങൾ വീഡിയോസ് ചെയ്യണം. അതല്ലാതെ തുടക്കത്തിൽ തന്നെ ഹലോ മൈ നെയിം ഇസ് അനിൽ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, എല്ലാവർക്കും നമസ്കാരം, ഈ രീതിയിൽ എഴഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആ 10 സെക്കൻഡിനുള്ളിൽ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് അവരവരുടെ പാട്ടിന് പോകും. അടുത്ത 4ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു പുതിയ ചാനലാണ്, നിങ്ങളുടെ ഓഡിയൻസും കുറവായിരിക്കാം. പക്ഷേ കിട്ടുന്ന ഓഡിയൻസിൽ നിന്നുള്ള ആ ഒരു എൻഗേജ്മെൻറ്റ് അത് നിങ്ങൾ പലരും ഇഗ്നോർ ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾക്കൊരു 10 പേരെ കമൻറ്റ് ചെയ്യുന്നുള്ളെങ്കിലും ആ 10 കമൻസിനും നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങളുടെ ചാനൽ വലുതായി കഴിഞ്ഞാൽ ഒരുപാട് കമൻസ് വന്നെന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരാം. പക്ഷേ ഇപ്പം നിങ്ങളുടെ ഗ്രോയിങ് സ്റ്റേജിലാണ് നിങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആ എൻഗേജ്മെൻറ്റ് കൂട്ടിയേ പറ്റത്തുള്ളൂ, എങ്കിലേ നിങ്ങളുടെ ചാനൽ ഗ്രോ ആകത്തുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കമൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻ പുട്ടപ്പ് ചെയ്യാം, ഓഡിയൻസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എന്നിട്ട് ആ കമൻറ്റിനെ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു കമൻറ്റിന് ഓഡിയൻസ് ആൻസേഴ്സ് തരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ പറ്റും. അതുപോലെ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുക. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങളുടെ ഫോട്ടോസ് കൊടുക്കാം. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഓഡിയൻസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവിടെ അവർ നിങ്ങൾക്ക് ആൻസർ തരും, അതിന് റിപ്ലൈ കൊടുക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ പറ്റും. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ലൈവ് സ്ട്രീം ഓൺ ആവും. അപ്പോൾ നിങ്ങൾ ലൈവ് ചെയ്യുക. കാരണം ഈ ലൈവിലൂടെ നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും. അവരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാനും പറ്റും. അതുമാത്രമല്ല, പുതിയ ഓഡിയൻസിനെയും നിങ്ങൾക്ക് ലൈവിലൂടെ കിട്ടും. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും കൂട്ടാൻ പറ്റും, വാച്ചവേഴ്സും കൂട്ടി നിങ്ങൾക്ക് പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാനും പറ്റും. കാരണം പല ആളുകളുടെയും പ്രശ്നമാണ് ലൈവ് ചെയ്യണം, പക്ഷേ ഫേസും കാണിക്കാൻ വയ്യ, വോയിസും കൊടുക്കാൻ വയ്യ. അങ്ങനെ നിങ്ങൾക്ക് ലൈവ് ചെയ്യാം, പക്ഷേ അതിൽ വലിയൊരു റീച്ച് കിട്ടത്തില്ല. സ്വന്തം ഫേസും കാണിച്ച് വോയിസും കൊടുത്ത് നിങ്ങൾ ചെയ്യുന്ന ലൈവിൽ കൂടുതൽ റീച്ചും കിട്ടും, നിങ്ങൾക്ക് നല്ല ഗ്രോത്തും നിങ്ങളുടെ ചാനലിൽ കിട്ടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ലൈവ് ചെയ്യാൻ നോക്കുക. ഇനി 5ാമത്തെ മിസ്റ്റേക്ക് വളരെ വലിയ മിസ്റ്റേക്ക്. അതായത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ അനാലിറ്റിക്സ് ചെക്ക് ചെയ്യാറില്ല, അനാലിറ്റിക്സ് മനസ്സിലാക്കാറില്ല, അനാലിറ്റിക്സിൽ പറഞ്ഞിരിക്കുന്ന അക്കോർഡിംഗ്ലി നിങ്ങൾ വീഡിയോസ് ഇടാറില്ല. നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങളുടെ ചാനലിൻ്റെ അനാലിറ്റിക്സ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ അനാലിറ്റിക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഓരോ തംബ്നെയിൽസിനും എത്ര CTR കിട്ടി, നിങ്ങളുടെ വീഡിയോസിന് ഓഡിയൻസ് റിട്ടൻഷൻ എത്ര കിട്ടി, നിങ്ങളുടെ വീഡിയോസ് ഓഡിയൻസ് ഏത് പാർട്ടിലാണ് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം അനാലിറ്റിക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ അനാലിറ്റിക്സിനെ തന്നെ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനാലിറ്റിക്സ് ചെക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ഓഡിയൻസിന് ഏത് ടോപ്പിക്കിലുള്ള വീഡിയോസാണ് വേണ്ടത് അത് അനാലിറ്റിക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടൈറ്റിലിൽ എന്ത് കൊടുക്കണം, അതിൻ്റെ തംബ്നെയിലിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ടാഗ്സും എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണമെന്നുള്ളത് ഈ അനാലിറ്റിക്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏത് സമയത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുമെന്നുള്ളതും യൂട്യൂബിൽ തന്നെ ഈ അനാലിറ്റിക്സിൽ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും കിട്ടിയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ പെട്ടെന്ന് ഗ്രോ ചെയ്യാനും പറ്റും. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് അനാലിറ്റിക്സിൽ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യാം, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഈ 5 മിസ്റ്റേക്കുകൾ പല ന്യൂ യൂട്യൂബേഴ്സും ചെയ്യുന്നതാണ്. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങൾ ഈ തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തുക. നിർത്തിക്കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.